ശബരിമലയുടെ വിവിധ തലങ്ങളിലുള്ള വികസനങ്ങൾ അയ്യപ്പ സംഗമത്തിൽ ചർച്ചയാവുമെന്നാണ് മന്ത്രി വി എൻ വാസവൻ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. രാജ്യാന്തര പ്രാധാന്യമുള്ള തീർത്ഥാടന ടൂറിസം കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റും. പ്രതിപക്ഷത്ത് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സംഗമം ബഹിഷ്കരിക്കാൻ അവർ ആഹ്വാനം ചെയ്തിട്ടില്ല. കുടുംബത്തിൽ മരണം നടന്നതിനാലാണ് പന്തളം കൊട്ടാരം സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ദേവസ്വം മന്ത്രി തന്നെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഏതാണ്ട് 3500ഓളം പ്രതിനിധികളാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഒരുക്കങ്ങൾ പൂർത്തിയായ പന്തലുകൾ സന്ദർശിക്കാനായി അദ്ദേഹം താഴേക്ക് പോവുകയാണ്. സാർ, ഇപ്പോൾ ശബരിമല മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സംഗമമാണ് സംഘടിപ്പിക്കുന്നത്. ഒരുപക്ഷെ ശബരിമലയുടെ പേരിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. എങ്ങനെയാണ് സർക്കാർ ഇതിനെ നോക്കുന്നത്? ശബരിമലയുടെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങളാണ് ആഗോള സംഗമത്തിൻ്റെ അടിസ്ഥാനം. ഇതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക. ശബരിമലയുടെ സന്ദേശം തന്നെ തത്വമസി എന്ന് വെച്ചാൽ ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. ഒരു വിശ്വമാനവികയുടെ സന്ദേശമാണ്, മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണ്. അത് ലോകമെമ്പാടും പ്രചരിപ്പിച്ച് കൂടുതൽ ഭക്തജനങ്ങളെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് പശ്ചാത്തല സൗകര്യ വികസനം വേണം, ക്രൗഡ് മാനേജ്മെൻറ്റ് വേണം, ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് സെൻ്ററായി മാറണം. അതിന് സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചർച്ചയിൽ അതിന് ക്രിയാത്മക നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരാൻ കഴിയുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുമാണ് ഈ സംഗമം നടക്കുന്നത്. അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളെ ആസ്പദമാക്കി ഭാവി വികസനങ്ങൾ നടപ്പാക്കും. സംഗമത്തിന് തീർച്ചയായും രാഷ്ട്രീയമോ വ്യക്തികളോ ഒന്നുമില്ല, ഒരു ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല ഈ സംഗമത്തിന്. തികച്ചും ശബരിമലയുടെ വികസനം മാത്രം. അത് തന്നെയാണ്. തീർച്ചയായും എല്ലാ തുറയിലുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ എല്ലാ വിഭാഗം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരെയും മാറ്റി നിർത്തുന്നു. ഈ സംഗമം ശബരിമലത്തിന്റെ വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ആഗോള അയ്യപ്പ സംഗമം ഭാവി ഈ ശബരിമലയുടെ വികസനത്തിന് എല്ലാം സഹായകരമായി മാറുന്ന അന്തരീക്ഷം സൃഷ്ടിക്കും എന്നുള്ളതാണ് പൊതുവിൽ പറയുന്നത്. ഈ അയ്യപ്പ സംഗമം അടുത്തിരിക്കുന്ന സമയത്ത് ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ട്. അത് സംഗമത്തിന്റെ ശോഭ കെടുത്തു എന്ന് തോന്നുന്നു. ഒന്നുമില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഇതുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞു. അതിൽ പോലെ ഒരു കാര്യം അറിയില്ലല്ലോ. പന്തളം കൊട്ടാരത്തിന്റെ ഒരു മരണം ഉണ്ടായി, അതുകൊണ്ട് മരണം ഉണ്ടായതുകൊണ്ട് വരുന്നില്ല എന്ന് അറിയിച്ചു. ഇപ്പോഴത് അറിയുന്നത് അവർ വരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത്. നമുക്ക് പേര് വെച്ചോളാനും പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനം പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു സംഗമം? അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമായി അവർ നിൽക്കുകയാണ്. അതിൽ ഭൂരിപക്ഷ ആളുകളും അത് പങ്കെടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാണല്ലോ അവർ ബഹിഷ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. എന്നാലും പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും അവർ ബഹിഷ്കരിക്കുന്നില്ല. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതാണ് സർക്കാർ അജണ്ട എന്ന് കൂടെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്.